സദസ്സിലിരിക്കുന്നവരെല്ലാം ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പരസ്പരം സംസാരിച്ചുകൊണ്ട് വേദിയെ ശബ്ദമുഖരിതമാക്കുകയും ചെയ്തു. രുദ്രൻ യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ നിസ്സംഗനായി തന്നെ ഇരിക്കുകയാണ്. അഥവാ ഇനി നിദ്ര വന്നില്ലെങ്കിൽ തന്നെ ഈ വിവാഹം മുടങ്ങുമെന്നുള്ള ചിന്തയിൽ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി. മനസ്സിൽ നുരഞ്ഞു പൊന്തിയെ ഒഴുകുന്ന സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് സത്യഭാമ ഗായത്രി ദേവിയെ പിടിച്ച് ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ശരണ്യയും അവരുടെ പീതി പിടിച്ചു പറ്റാനെന്നോണം അവരുടെ കയ്യിൽ മൃദുലമായി കൈ ചേർത്തുകൊണ്ട് കരച്ചിൽ ഭാവിച്ചു. അതല്ലെങ്കിലും അങ്ങനെയേ വരൂ. തള്ളയുടെ ഗുണം തന്നെയല്ലേ മോളും കാണിക്കൂ. ഇത് എത്ര നാളുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് അറിയുമോ? അപ്പം എന്നെ ആരും ചെവി കൊണ്ടില്ല. ഇപ്പം എന്തായി? ഇനി ആരുടെ കൂടെയാണ് എങ്ങോട്ടാണ് ഒളിച്ചോടിയതെന്നൊക്കെ അറിഞ്ഞാൽ മാത്രം മതിയാകും. അതിനിടയിലേക്ക് ദേവയാനി കയറി വന്നുകൊണ്ട് ഗായത്രി ദേവി ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു. ഗായത്രി ദേവിയുടെ മുഖം ചുവന്നു വന്നു. പെട്ടെന്ന് അവരിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് സത്യഭാമ രൂക്ഷമായി അമ്മയെ ഒന്ന് നോക്കി. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. ഇത് നിദ്ര മോൾക്ക് എന്തോ ചതി പറ്റിയതാണ്. എൻ്റെ ദൈവമേ, ഈ വിവാഹം നടക്കാതെ വരുമല്ലോ. എനിക്ക് സഹിക്കുന്നില്ല. നെഞ്ചു തിരുമിക്കൊണ്ട് കരച്ചിൽ അഭിനയിച്ച് സത്യഭാമ പറഞ്ഞുപോയി. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മഹാദേവൻ കടന്നു വന്നത്. എന്താ ഗായത്രി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? കല്യാണ പെണ്ണെവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. തന്നോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഗായത്രി ദേവി നിസ്സഹായായി നോക്കി നിന്നു. പെണ്ണൊളിച്ചോടിപ്പോയി, അല്ലാതെ എന്താണ്? ദേവയാനി തിരിഞ്ഞു നിന്നുകൊണ്ട് വിരലുകൾ കൂട്ടി തിരുമ്മി പറഞ്ഞു. മഹാദേവൻ ഞെട്ടിപ്പോയി. അയാൾ ഭാര്യയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഗായത്രി, ഞാനിതെന്താണ് കേൾക്കുന്നത്? നിദ്ര എവിടെ പോയെന്നാണ് പറയുന്നത്? മഹാദേവന്റെ ചോദ്യത്തിന് ഗായത്രി ദേവി ഉത്തരമൊന്നും പറഞ്ഞില്ല. മണ്ഡപത്തിൽ വിവാഹത്തിന് തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുന്ന മകനെ അവർ ഒന്ന് നോക്കി. മുഹൂർത്തം കഴിയാൻ ഇനി 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. വേഗം പെൺകുട്ടിയെ കൊണ്ടുവരുമോ? സ്റ്റേജിലിരിക്കുന്ന തിരുമേനി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിപ്പോൾ ആകെ നാണക്കേടായി പോയല്ലോ. ഇത്രയും പേരും മീഡിയയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ചെയ്യുക? മഹാദേവൻ ആശങ്കയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകെട്ടി തിരക്കിട്ട് നടക്കുന്നത് പോലെ കാണിച്ചു. അപ്പോഴാണ് സത്യഭാമ ദേവയാനിക്ക് കണ്ണുകൾ കൊണ്ടൊരു സിഗ്നൽ കൊടുത്തത്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ തരാമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോൾ നിദ്ര തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് വളരെ സംസ്കാരത്തോടു കൂടി വളർത്തിയ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്, ശരണ്യമോള്. ദേവയാനി ശരണ്യ ദേഹത്തേക്ക് ചേർത്തടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ശരണ്യ ഞെട്ടിപ്പോയി അഭിനയിച്ചുകൊണ്ട് ഗായത്രി ദേവിയുടെ മറ്റുള്ളവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അമ്മ എന്തീ പറയുന്നത്? നിദ്രമോൾക്ക് പകരം ശരണ്യയോ? ഇതെല്ലാം നടക്കുമോ? സത്യഭാമ ഇടയ്ക്കിടെ മഹാദേവനെയും ഗായത്രി ദേവിയെയും പാളി നോക്കിക്കൊണ്ട് ആശങ്കയോടെ കൂടെ ദേവയാനിയോട് ചോദിച്ചു. ശരണ്യ പകച്ചു നിൽക്കുമ്പോൾ അഭിനയിച്ചു. അവളൊന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. പിന്നെ നടക്കാതെ? ശരണ്യമോൾക്ക് എന്താണൊരു കുറവ്? എന്തുകൊണ്ടും ആ പിഴച്ചുപറ്റ നിദ്രയേക്കാൾ സംസ്കാരത്തിലാണ് ശരണ്യമോൾ വളർന്നിരിക്കുന്നത്. സൗന്ദര്യത്തിലും ഒട്ടും പിറകിലല്ല. ഇവരൊന്നും സമ്മതം പറഞ്ഞാൽ മാത്രം മതി, ഒരു വിവാഹം നടന്നു പോകും. ആരും ആരുടെയും മുന്നിൽ നാണം കെടേണ്ടി വരികയുമില്ല. ദേവയാനി സമ്മതത്തിനായി ഗായത്രി ദേവിയെയും മഹാദേവനെയും മാറി മാറി നോക്കി. മഹാദേവൻ അപ്പോഴേക്കും പാതി സമ്മതത്തിലായി കഴിഞ്ഞിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം നിദ്രയായാലും ശരണ്യയായാലും അയാൾക്ക് ഒരുപോലെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? രുദ്രനോടുകൂടി സമ്മതം ചോദിക്കണ്ടേ? വിവാഹം കഴിഞ്ഞ് നിങ്ങൾ കരുതുന്ന പോലെ രുദ്രൻ ഈ പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഗായത്രി ദേവി മകനെ ഒന്ന് നോക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു. അതൊക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ സ്നേഹം വന്നോളുന്നേ. ഇപ്പോൾ ഇതങ്ങ് നടന്നു കിട്ടുക എന്നതല്ലേ പ്രധാനം. ദേവയാനി അവരെ കൊണ്ടാകും വിധമെല്ലാം ഈ കല്യാണം നടക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. സത്യഭാമയ്ക്ക് അമ്മയുടെ കഴിവിൽ വല്ലാത്ത അഭിമാനം തോന്നിപ്പോയി. തൻ്റെ അമ്മ തന്നെ, ഒരു സംശയവുമില്ല. അവർ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവർ പുറമേ കള്ളക്കണ്ണീരൊഴുക്കി ഗായത്രി ദേവിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഗായത്രി ദേവി സ്റ്റേജിൻ്റെ നടപ്പാതയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത്. അത്രയും സമയം ടെൻഷനിലായിരുന്ന അവരുടെ മുഖം വല്ലാതെ പ്രക്ഷോഭിച്ചു നിന്നു. ആഹാ, ഇതാ വരുന്നു നിദ്രമോൾ. ഗായത്രി ദേവി പറഞ്ഞു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഉറച്ച കാൽവെപ്പുകളുമായി അവർ നടന്നു കഴിഞ്ഞിരുന്നു. അങ്ങോട്ടേക്ക് നോക്കിയ മഹാദേവൻ നിദ്ര വരുന്നത് കണ്ട് ഭാര്യയെ പിന്നാലെ പാഞ്ഞു. നിദ്രയോ? നിദ്ര എങ്ങനെ ഇവിടെ എത്തിയെന്ന് തലതിരിച്ചു നോക്കിയ സത്യഭാമയും ശരണ്യയും ദേവയാനിയും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് പരസ്പരം മുഖാമുഖം നോക്കി നിന്നു. അവർക്ക് കൺമുന്നിൽ കാണുന്ന കാഴ്ച തീരെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിദ്ര ഇതെങ്ങനെയാണ് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതും വളരെ പ്രൊഫഷണലായ കൊട്ടേഷൻ സംഘത്തിനെയാണ് ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. കാറ്റൂതിക്കളഞ്ഞ ബലൂൺ പോലെ എല്ലാവരുടെയും മുഖം ചുരുങ്ങിപ്പോയി.
അതേസമയം 5-6 പേർ ചേർന്ന് തലയ്ക്ക് മുകളിലായി പിടിച്ചൊരു പൂവിൻ്റെ അലങ്കാരത്തിന് കീഴെ മന്ദം മന്ദം നടന്നു വരികയായിരുന്നു നിദ്ര. അവൾ ഒരു ദേവതയെ പോലെ സുന്ദരിയായിരുന്നു. ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അവളുടെ ശരീരഭംഗി ഒന്നുകൂടെ എടുത്തു കാണിച്ചു. സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന നിദ്ര കൺമുന്നിലൂടെ കടന്നു പോകുന്നത് കണ്ട ശരണ്യ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അമ്മയെ ഒന്ന് നോക്കി. സത്യഭാമയ്ക്കും സംഭവിച്ചതെന്താണെന്ന് ഒരു പിടിയും കിട്ടിയിരുന്നില്ല. അവർക്ക് ആലോചിക്കാൻ ഇടം കിട്ടും മുന്നേ തന്നെ നിദ്ര അവരെ കടന്ന് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. രുദ്രനെ അറിയാതെ പോലും ഒന്ന് നോക്കാതെ നിദ്ര അവൻ്റെ അരികിലായി ചെന്നിരുന്നു. പക്ഷേ അങ്ങേയറ്റം മുതൽ തന്നെ നിദ്ര നടന്നു വരുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ. അവൾ ആ വേഷത്തിൽ താൻ ഇതുവരെയും കൂടെ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമാ നടികളെക്കാളും സുന്ദരിയാണ് അവളെന്നൊരു മാത്ര രുദ്രന് തോന്നിപ്പോയി. ഒരിക്കൽ കണ്ണുകൾ നട്ടാൽ അവളുടെ മുഖത്തു നിന്നും അവ പറിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു. അവളുടെ സൗന്ദര്യ ശോഭയിൽ സ്വന്തം അസ്തിത്വം പോലും ഉരുകുന്നതായി രുദ്രൻ തിരിച്ചറിഞ്ഞു. ഇനിയാകെ 1 മിനിറ്റ് ബാക്കിയുള്ളൂ, വേഗം താലി കെട്ടിക്കോളൂ. തിരുമേനി കയ്യിലേക്ക് താലിച്ചരടെടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. രുദ്രൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ താലി അയാളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് നിദ്രയുടെ കഴുത്തിന് നേർക്കു നീട്ടി. അവൻ്റെ മനസ്സിലപ്പോൾ ആ സമയത്ത് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. നിദ്ര പതിയെ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പിക്കൊണ്ട് മുഖം കുനിച്ചു കൊടുത്തപ്പോൾ സ്വപ്നത്തിലെന്നതുപോലെ രുദ്രൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. മേളവും കുരവയും ഉയർന്നുകൊണ്ട് വേദി പിന്നെയും ശബ്ദമുഖരിതമായി. ഗായത്രി ദേവി ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശ്വര, ഈ ബന്ധം എന്നേക്കും പവിത്രമായി നിലനിർത്തണേ. ഗായത്രി ദേവി മനസ്സിലുള്ളറകളിൽ തൊട്ട് പ്രാർത്ഥിച്ചു പോയിരുന്നു. ആ നിമിഷം ഞെട്ടിപ്പകച്ചു നിൽക്കുകയായിരുന്ന മൂവരും സത്യഭാമയുടെ ഉള്ളം കൈ തണുത്തുറയാൻ തുടങ്ങിയിരുന്നു. രുദ്രനിദ്രയെ താലി ചാർത്തുന്നത് ശരണ്യ കണ്ണുകളിൽ എരിയുന്ന പകയോടെ കണ്ടുനിന്നു. വേദിയിലും സദസ്സിലും നിൽക്കുന്നവരെല്ലാവരും ആ നിമിഷം നവദമ്പതികൾക്ക് നേരെ പുഷ്പവൃഷ്ടി നടത്തുകയായിരുന്നു. കൈകൾ കൂപ്പി നറുമന്ദസ്മിതത്തോടെ നിൽക്കുന്ന നിദ്ര ഒരു ദേവിയെ പോലെ വിളങ്ങുകയായിരുന്നു. എന്താ, ഞെട്ടിപ്പോയോ? പിറകിൽ നിന്നും ഒരു പരിചിതമായി ചിലമ്പിച്ച ശബ്ദം കേട്ടതും ഞെട്ടിപ്പകച്ചുകൊണ്ട് അമ്മയും മകളും തിരിഞ്ഞു നോക്കി. അവരെ തന്നെ ഒരു ചെരിഞ്ഞ നോട്ടവുമായി മാറിൽ കൈ പിണച്ചു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗായത്രി ദേവി. സത്യഭാമയുടെ കണ്ണുകളിൽ സംശയം തിളങ്ങി. എന്ത് നിങ്ങൾ ഏൽപ്പിച്ച ഗുണ്ടകളൊന്നും ഫോൺ എടുക്കാത്തത് എന്ന് ആലോചിക്കുകയാണോ? ഗായത്രി ദേവി ഒരു പുച്ഛം കലർന്ന ചിരിയോടെ അവരോട് തിരക്കി. സത്യഭാമയുടെയും ശരണ്യയുടെയും മുഖം രക്തമയമില്ലാതെ വിളറി വെളുത്തു. നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്വരത്തിൽ പ്രകടമായ പതർച്ചയോടുകൂടി സത്യഭാമ പറഞ്ഞു. ശരണ്യ സ്വന്തം വിയർപ്പൊപ്പി നിന്നു. നിങ്ങളുടെ വീട്ടിലൊരു കാറും ഡ്രൈവറും തന്നിട്ട് പോകാൻ മാത്രം വെറും മണ്ടിയാണ് ഞാനെന്ന് കരുതിയോ? നിദ്രമോളുടെ നേർക്ക് നിങ്ങളുടെ കരുനീഴൽ വീഴുമ്പോൾ പോലും അത് ഞാൻ അറിയാനായി വേണ്ടിയുള്ള ആൾക്കാരെയാണ് വീടിന് ചുറ്റും നിയമിച്ചിട്ടുള്ളത് ഞാൻ. അല്ലാതെ നിങ്ങൾക്ക് സുഖമായി പോക്കുവരവ് നടത്താൻ വേണ്ടി കാറും വിട്ടു തന്ന് ഞാൻ കയ്യും കെട്ടി വീട്ടിലിരിക്കുകയായിരുന്നില്ല. ഗായത്രി ദേവി ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പകച്ച് പരസ്പരം നോക്കിപ്പോയി. 1000 ചോദ്യങ്ങൾ മാത്രമായിരുന്നു അപ്പോഴും അവരുടെ മനസ്സിൽ. വഴിവക്കിൽ ഒരാൾ, നിദ്ര അമ്പലത്തിൽ പോയപ്പോൾ അവൾക്ക് പിന്നാലെ ഒരാൾ, വീട്ടിൽ അടുക്കളയിൽ പാചകത്തിന് പലരും, എല്ലാം എൻ്റെ ആൾക്കാരാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിയമിച്ച ആളുകൾ. നിദ്രയെ കടത്താൻ പ്ലാൻ ചെയ്തതുൾപ്പെടെ അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയത് വരെ ഞാൻ അറിഞ്ഞു. അവളെ രക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ വിട്ട ഗുണ്ടകളെ നിലം പരിശാക്കി കിടത്തിയിട്ടുണ്ട് ഈ ഗായത്രി ദേവി. ഗായത്രി ദേവി ചിരിയോടെ പറഞ്ഞു. സത്യഭാമയും ദേവിയാനിയും ശരണ്യയും ഞെട്ടലോടെ പരസ്പരം നോക്കി. നിങ്ങൾ ഈ വൃത്തികെട്ട കളി കളിക്കുമെന്ന് ഞാൻ നേരത്തെ ഉറപ്പിച്ചിരുന്നു. എങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ധൈര്യത്തിന് വെച്ചതാണ് അത്രയുമൊക്കെ ആളുകളെ വീട്ടിൽ. എന്തായാലും ഉപകാരപ്പെട്ടു. ഗായത്രി ദേവിയുടെ കൂർത്ത കണ്ണുകളെ അവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല. ഇതെന്തൊക്കെയാ ചേച്ചി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവസാന ശ്രമം എന്നതുപോലെ സത്യഭാമ തപ്പിത്തടഞ്ഞു നോക്കി. ശരണ്യ പൂർണ്ണമായും നാവിന് വിലങ്ങിട്ട് കഴിഞ്ഞിരുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിടി വീണു കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയതും ശരണ്യയ്ക്ക് ഗായത്രി ദേവിയെ നേരെ നോക്കാൻ തന്നെ പ്രയാസമായി. ഒന്നും മനസ്സിലാക്കേണ്ട, അതാ നല്ലത്. എന്തായിരുന്നു അഭിനയം നിങ്ങളുടെ? എൻ്റെ നിദ്രമോൾ പോയി എന്ന് പറഞ്ഞങ്ങ് കരഞ്ഞു നിലവിളിക്കുന്നു. നന്നായിരിക്കുന്നു. എന്നിട്ട് വേണം എൻ്റെ സ്വന്തം മോളെ രുദ്രന് കൊടുക്കും പോലും. ഹോ, എന്തൊരു മഹാമനസ്കത. ഗായത്രി ദേവി അവരെ കണക്കിന് പരിഹസിച്ചു. സത്യഭാമ ആ നിമിഷം ഭൂമി വിളർന്ന് താഴേക്ക് പോകാനായിരുന്നു ആഗ്രഹിച്ചത്. നാണക്കേട് മൂലം അവരുടെ തല താഴ്ന്നു പോയി. ശരണ്യ നിന്ന് ഉരുകി. പോട്ടെ, നേരമില്ല, ഉണ്ടിട്ട് പോയാൽ മതി.
കേട്ടോ നിദ്രമോളുടെ ചെറിയമ്മേ. സാരിയുടെ മുന്താണിയൊന്ന് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞ് ദേഹത്തേക്ക് പതിച്ചിട്ടുകൊണ്ട് ഗായത്രി ദേവി നടന്നുപോയി. ശരണ്യയും സത്യഭാമയും തറഞ്ഞു നിന്നുപോയി. ദേവയാനൊന്നും മിണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി പോയിരുന്നു. കത്തുന്ന കണ്ണുകളുമായി ശരണ്യ അമ്മയെ നോക്കി. അമ്മയ്ക്ക് മതിയായല്ലോ, ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്തായിരുന്നു അപ്പോൾ? അവർ നമുക്ക് ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞു. ഇനി അവരുടെ മുഖത്ത് നോക്കുന്ന കാര്യം പോലും ആലോചിക്കണ്ട. ശരണ്യ കരയുമെന്നായി. സത്യഭാമ അപ്പോഴും ഗായത്രി ദേവി നൽകിയ ഷോക്കിൽ നിന്നും മുക്തയല്ലായിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഔട്ട്ഡോർ ഷൂട്ട് നടത്താൻ കപ്പിൾസിൻ്റെ. ഫോട്ടോഗ്രാഫർ നിദ്രയെയും രുദ്രനെയും നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ നിദ്ര ഭയത്തോടെ രുദ്രനെ നോക്കി. നിദ്ര നോക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖം മുറുകി. വാടി, ഇത്രയൊക്കെ നല്ല അഭിനയമായിരുന്നു. കുറച്ചുകൂടി അങ്ങ് അഭിനയിച്ച് തകർക്ക്. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് രുദ്രൻ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. നിദ്രയ്ക്ക് നന്നേ വേദനിച്ചിരുന്നു. ചുവന്നു തിണർത്ത കൈ നോക്കിയപ്പോൾ നിദ്രയ്ക്ക് വിഷമമായി. അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നിദ്ര രൂക്ഷമായി രുദ്രനെ ഒന്ന് നോക്കി. എങ്ങനെയാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്നോ, എങ്ങനെയാണ് ആ ഗുണ്ടകളുടെ പിടിയിൽ നിന്നും രക്ഷ നേടിയത് എന്നോ ഒന്നും അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു നിദ്ര അപ്പോഴും. അതിനിടയിലാണ് രുദ്രൻ്റെ ഈ വക ബുദ്ധിമുട്ടിപ്പിക്കൽ. അവൾക്ക് നന്നേ ദേഷ്യം വന്നു. ഇനി രുദ്രനാണോ അവരെ ഇറക്കിയത് എന്ന് പോലും നിദ്ര വിചാരിച്ചു പോയി. എന്താടി കിടന്ന് അമറുന്നത്? നിനക്ക് കിട്ടിയതൊന്നും പോരെ? രുദ്രൻ അവളുടെ കയ്യിൽ പിന്നെയും അമർത്തി പിടിച്ചു. നിദ്രയുടെ കണ്ണിൽ നിന്നും വേദന കൊണ്ട് വെള്ളം പുറത്തേക്ക് ചാടി. സർ, ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്താമോ മേഡത്തെ? എന്നിട്ടൊന്ന് നേരെ നോക്കാമോ? ഫോട്ടോഗ്രാഫർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു. രുദ്രൻ പുഞ്ചിരിയോടെ തലയാട്ടി. ചിരിയോടെ നിൽക്കാൻ നിദ്ര പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അരക്കെട്ടിൽ വലിഞ്ഞു മുറുകുന്ന രുദ്രൻ്റെ കൈകൾ അപ്പോഴും അവളെ നോവിച്ചുകൊണ്ടിരുന്നു. നവദമ്പതികളുടെ റൊമാൻസാണെന്ന് തെറ്റിദ്ധരിച്ച ശരണ്യ പകുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കണ്ട്. മോളെ, നീ വിഷമിക്കേണ്ട. അമ്മ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറില്ല. നീ നോക്കിക്കോ. സത്യഭാമ ശരണ്യയുടെ ചെവിക്ക് പിറകിൽ നിന്നും പറഞ്ഞു. അമ്മയെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ശരണ്യ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി. ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കി നിൽക്കുകയായിരുന്നു നിദ്ര. ആ മുറിയിൽ അവൾ തനിച്ചായിരുന്നു. വൈകിട്ടത്തെ റിസപ്ഷൻ ഫംഗ്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ് അവളെ തനിച്ചു വിട്ടു പോയതാണ് ബ്യൂട്ടീഷ്യൻ. ഒരു ഹെവി വർക്കിൽ റെഡ് വൈൻ നിറമുള്ള ലഹങ്കയായിരുന്നു അവളുടെ വേഷം. ഓഫ് ഷോൾഡർ സ്ലീവിലുള്ള ആ വസ്ത്രത്തിൽ നിദ്രയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. അവൾ ആ വസ്ത്രത്തിൽ തീരെ കംഫർട്ടബിൾ അല്ലാത്തതുപോലെയാണ് തോന്നിയത്. ജീവിതത്തിൽ പോലും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവളാണ് താന്. പിന്നെയാണ് ഒരു വസ്ത്രം. അല്ലെങ്കിലും ഈ വസ്ത്രത്തിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നിദ്ര ആശ്വസിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കവേ അവൾക്ക് തലവേദനിക്കുന്നത് പോലെ തോന്നി. അമ്പലത്തിൽ പോകും വഴിയാണ് ആരോ വന്ന് വാനിലേക്ക് തള്ളിക്കയറ്റുകയും ചീറിപ്പാഞ്ഞ് തന്നെയും കൊണ്ട് പോവുകയും ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും യാതൊരു പിടിയുമില്ലായിരുന്നു. അതല്ലെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഒരുപാട് അസ്വാഭാവിക നിമിഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിജനയമായ വഴികളിലൂടെയെല്ലാം വാൻ ചീറിപ്പായുമ്പോൾ തനിക്കരികിലിരിക്കുന്നവരെല്ലാം ഗുണ്ടകളാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നിദ്ര തിരിച്ചറിഞ്ഞിരുന്നു. അലറിക്കരഞ്ഞെങ്കിലും പ്രയോജനമൊന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് 2-3 വണ്ടികൾ വന്ന് ആ വാനിനെ വളഞ്ഞത്. അതിൽ നിന്നും ഇറങ്ങിയ ഒരുപാട് ആളുകൾ താൻ സഞ്ചരിച്ചിരിക്കുന്ന വാനിലെ ഗുണ്ടകളെ മുഴുവൻ അടിച്ചു നിലംപരിശാക്കി. പിന്നീട് തന്നെയും കൊണ്ട് അവരുടെ വണ്ടികളിലായിരുന്നു യാത്ര. ഭയം കൊണ്ടൊന്നും മനസ്സിലാക്കാനോ ചോദിക്കാനോ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. എങ്കിലും അതിലൊരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, കുട്ടി ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ. ഗായത്രി ദേവി മേഡം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന തനിക്ക് അത് കേട്ടപ്പോഴാണ് ഒരിത്തിരിയെങ്കിലും ആശ്വാസം തോന്നിയത്. പിന്നീട് അവിടെ മുതൽ ഇവിടെ വരെയുള്ള നിമിഷങ്ങളെല്ലാം സ്വപ്നതുല്യമായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും വിവാഹം നടന്നതുമൊന്നും യഥാർത്ഥത്തിൽ ഓർമ്മയില്ലാത്തതുപോലെയാണ്. ഓരോ നിമിഷങ്ങളും അത്രമേൽ തിരക്കേറിയതായിരുന്നു. റൂമിലെ ഡോറിൻ്റെ ഹാൻഡിൽ തിരിയുന്ന ശബ്ദം കേട്ടപ്പോൾ നിദ്ര നെട്ടിത്തരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. മുറിയിലേക്ക് ഗായത്രി ദേവി കടന്നു വരുന്നത് കണ്ടപ്പോൾ നിദ്രയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ആ കനമുള്ള ലഹങ്കയുടെ പാവാടയും പൊക്കിക്കൊണ്ട് നിദ്ര അവരുടെ നേർക്കോടി. ഗായത്രി ദേവി തനിക്ക് നേരെ ഓടി വരുന്ന നിദ്രയെ മാറോട് ചേർത്ത് പിടിച്ച് കുറേ നേരം നിന്നു. അവളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവർ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. എന്താ അമ്മേ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരായിരുന്നു അവരൊക്കെ? എന്തിനായിരുന്നു അവരൊക്കെ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്? 1000 ചോദ്യങ്ങളായിരുന്നു നിദ്രയുടെ മനസ്സിൽ. അതെല്ലാം തുറന്ന് ചോദിക്കാൻ അവൾക്കപ്പോൾ ഉള്ളത് ഗായത്രി ദേവി മാത്രമായിരുന്നു.
ഇനി ഒരു പക്ഷേ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി രുദ്രൻ തന്നെയാകുമോ തന്നെ തട്ടിക്കൊണ്ടു പോകുവാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയത് എന്ന് പോലും നിദ്ര ചിന്തിച്ചിരുന്നു. കാരണം ഈ ലോകത്ത് തന്നോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളവരിൽ മുൻനിരയിൽ നിൽക്കുന്നയാൾ രുദ്രൻ തന്നെയാണ്. ഗായത്രി ദേവി നിദ്രയെ ദേഹത്തു നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് അവളെ നോക്കി ചിരിച്ചു. സുന്ദരിയായിരിക്കുന്ന എൻ്റെ മോള് കണ്ണു തട്ടാതിരിക്കട്ടെ. അവർ മിഴിക്കോണിൽ ഉരുണ്ടുകൂടി ഒരു തുള്ളി നീർക്കണം വിരലാൽ തുടച്ചു കളഞ്ഞുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. നിദ്രയ്ക്ക് എന്തുകൊണ്ടോ സ്വന്തം അമ്മയെ ഓർമ്മ വന്നുപോയി. അവരുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഇതുപോലെ സ്നേഹിക്കുമായിരുന്നു. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അവർ സ്നേഹിച്ചിരുന്നെങ്കിൽ തന്നെ ഈ അവസ്ഥയിലാക്കാൻ വേണ്ടി അരികിൽ നിന്നും വിട്ടുപോകുമായിരുന്നില്ലല്ലോ. അപ്പോഴും താൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നിദ്ര. നീ ഇത് കേട്ടിട്ട് ഏതു തരത്തിലാണ് ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല കുട്ടി. നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയത് നിന്റെ സ്വന്തം ചെറിയമ്മ തന്നെയാണ് സത്യഭാമ. ഗായത്രി ദേവി പറയുന്നത് കേട്ട് നിദ്ര ഞെട്ടി പകച്ചുകൊണ്ട് അവരെ നോക്കി. അവൾക്ക് കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യഭാമയ്ക്കും ശരണ്യയ്ക്കും ദേവയാനിക്കും തന്നോട് ഇഷ്ടക്കുറവുണ്ട് എന്ന് അവൾക്കറിയാം. എങ്കിൽ പോലും ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ വേണ്ടി എന്ത് കാരണമാകാൻ അവർക്കുണ്ടായിരിക്കുന്നത്? അവളുടെ പകപ്പ് മനസ്സിലാക്കിയെന്നോണം ഗായത്രി ദേവി തുടർന്നു. ഇത്രമാത്രം ക്രൂരത അവർ ചെയ്യുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു മോളെ. എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒരു സുരക്ഷാ കവചം ആ വീടിന് ചുറ്റും തീർത്തിരുന്നു. പണം കൊടുത്തു കഴിഞ്ഞ് അവരൊതുങ്ങുമെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ എന്നേക്കാൾ വലിയ കരുക്കളായിരുന്നു അവർ നീക്കി തുടങ്ങിയത്. ഗായത്രി ദേവി ദ്വയാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിദ്രയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നിദ്ര ഗായത്രി ദേവിയെ സംശയത്തോടു കൂടി നോക്കി. നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് എന്തോ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്റെ വീടിന് ചുറ്റും കുറേ ആളുകളെ നിർത്തിയിരുന്നത്. അതെന്തുകൊണ്ടും നന്നായി. നീ അമ്പലത്തിലേക്ക് പുറപ്പെടാൻ നേരം സത്യഭാമയുടെ ആളുകൾ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തി. കൃത്യമായ എല്ലാ വിവരങ്ങളും എന്നെ എൻ്റെ ആളുകൾ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിച്ചത്. പക്ഷേ അമ്മേ, എന്തിനാ? അവർക്കെന്നോട് ദേഷ്യവും വെറുപ്പും എല്ലാം ഉണ്ടെന്നറിയാം. എങ്കിലും അവർക്കെന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് പ്രയോജനം? അതേ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്കും അറിയില്ലായിരുന്നു കുഞ്ഞെ. നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് സത്യഭാമ ഇവിടെ ഒരു നാടകം നടത്തി. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. എന്താണമ്മേ ആ കാര്യം? എന്നോട് തുറന്നു പറയൂ. അവരുടെ പ്ലാൻ എന്തെന്നാൽ നിനക്ക് പകരം ശരണ്യയെ കൊണ്ട് രുദ്രനെ വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു. അതിനാണ് കൃത്യസമയത്ത് നിന്നെ മാറ്റാൻ ശ്രമിച്ചത്. കല്യാണ സമയത്ത് പെണ്ണില്ലെങ്കിൽ പിന്നെ ശരണ്യയെ കൊണ്ട് നിനക്ക് പകരം ഇരുത്താമെന്ന് അവർ കണക്ക് കൂട്ടി. ഗായത്രി ദേവി പറയുന്നത് കേട്ട് തുറിച്ച കണ്ണുകളോടുകൂടി വിശ്വസിക്കാനാവാതെ നിദ്ര നിന്നുപോയി. ഇത്രയും നാൾ അവൾക്ക് സത്യഭാമയോട് ചെറിയൊരു ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മനസ്സിൽ ഇത്രയും കൊടും ക്രൂരമായ വിഷമാണ് കൂടിയിരിക്കുന്നത് എന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. എല്ലാം കഴിഞ്ഞില്ലേ മോളെ? ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. നീ ഇതിനെപ്പറ്റി ഇനി ആലോചിക്കേണ്ട. സന്തോഷമായിരിക്കൂ കേട്ടോ. നിദ്രയുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ഗായത്രി ദേവി പറഞ്ഞു. നിദ്ര പാവകണക്കിന് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെയും ഡോറിലൊരു മുട്ട് കേട്ടത്. അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ രുദ്രനകത്തേക്ക് കയറി വരികയായിരുന്നു. റെഡ് വൈനിൽ ഗോൾഡൻ ത്രെഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു കുർത്തയായിരുന്നു അവൻ്റെ വേഷം. അതിൽ രുദ്രൻ ഒരു ദേവകുമാരനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്മേ, ഒരു നിമിഷം, എനിക്ക് നിദ്രയോട് പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൈകൊണ്ട് അമ്മയോട് കുറച്ച് സമയം ആവശ്യപ്പെട്ടുകൊണ്ട് രുദ്രൻ പറഞ്ഞു. സന്തോഷത്തോടുകൂടി ഗായത്രി ദേവി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് കടന്നു. രുദ്രൻ അവളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നോർത്ത് നിദ്രയുടെ ഹൃദയത്തിൽ തീ ആളുകയായിരുന്നു ആ നിമിഷങ്ങളിൽ.